പരുന്തുംപാറയിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായിട്ടുള്ള സജിത് ജോസഫാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ കുറച്ച് വിശദീകരണങ്ങൾ നൽകാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്, ഈ ഭൂമിയുടെ നിജസ്ഥിതിയുമായി ബന്ധപ്പെട്ട്? ഭൂമിയുടെ നിജസ്ഥിതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ച് ബോധ്യപ്പെടുത്തിയെന്ന് തോന്നുന്നു. 1961 നമുക്ക് പട്ടയം കിട്ടുന്നു, 1959 മാസത്തെ തയ്യാറാക്കുന്നു. അങ്ങനെയുള്ളൊരു പട്ടയത്തിൽപ്പെട്ട ഭൂമിയാണ്. നിങ്ങൾക്കിവിടെ കണ്ടാൽ അറിയാം എന്താണ് ഫോറസ്റ്റിലെ ജെണ്ട എന്ന്. അറൗണ്ട് നമുക്ക് ഫോറസ്റ്റ് ജെണ്ടയുണ്ട്. അങ്ങനെയുള്ളൊരു നിജസ്ഥിതിയിലുള്ള പട്ടയമാണ്. അത് സംബന്ധിച്ചുള്ള രേഖകൾ മുഴുവൻ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. ഇത് എന്ത് തരത്തിലുള്ള ഒരു ബിൽഡിംഗ് ആണ്? ഇത് സ്പെഷ്യൽ റെസിഡൻസ് പെർമിറ്റ് കിട്ടി നമ്മൾ പണിതിട്ടുള്ള ബിൽഡിംഗ് ആണ്. എന്താവശ്യത്തിനാണ് ഇത്? ഞാനൊരു പ്രാർത്ഥന ശുശ്രൂഷ ചെയ്യുന്നയാളാണ്. ഞാൻ കത്തോലിക്ക സഭയുടെ ഭാഗമായിട്ട് പ്രാർത്ഥന ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എൻ്റെ അടുക്കൽ വരുന്നവർ പ്രാർത്ഥിക്കാൻ വരിക, അവരൊരു ദിവസം സ്റ്റേ ചെയ്യുക, ഒരു സ്പിരിച്വൽ ടൂറിസം സ്റ്റൈലിലുള്ള ഒരു ഉദ്ദേശമാണ് ഇതിനകത്തുള്ളത്. നിലവിൽ ഈ ഇടുക്കി ജില്ലയിൽ ഈ 64 റൂൾ അനുസരിച്ച് നൽകിയ പട്ടയങ്ങൾ, ആ പട്ടയങ്ങൾക്കൊക്കെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയന്ത്രണമുണ്ട്. പിന്നെ എങ്ങനെയാണ് താങ്കൾക്ക് മാത്രം ഒരു പ്രത്യേക പരിഗണന ലഭിച്ചത്? ഇത് 1964 പട്ടയത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ 1961 പട്ടയമാണ് നമ്മുടേത്. അപ്പം അതിനകത്തുള്ള സ്പെഷ്യൽ പ്രിവിലേജും കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടത് പഞ്ചായത്തിൽ നിന്നാണ്. പഞ്ചായത്തിൽ നിന്ന് അത് പരിഗണിച്ചിട്ടാണല്ലോ എനിക്ക് സ്പെഷ്യൽ റെസിഡൻസ് പെർമിറ്റ് കിട്ടിയതും ഞാനത് പണിയാനായിട്ട് ഉദ്യമം എടുക്കുന്നു. അപ്പോൾ ഇത് 1961 പട്ടയം കിട്ടിയത് 61 മുതൽ 2025 വരെ 64 വർഷം ഈ 534 എന്ന് പറയുന്ന സർവേ നമ്പറിൽ കരടച്ചുകൊണ്ടിരിക്കുകയാണ്. സർവേ നമ്പറിൽ വ്യത്യാസം വരുന്നത് സംബന്ധിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളാരും അവിടെ പോയി സർവേ നമ്പർ തിരുത്തുവോ എടുത്തുവോ പുതിയ നമ്പർ കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നവരല്ലല്ലോ. സജിത് ജോസഫാണ് പ്രതികരിച്ചത്. അദ്ദേഹം ഈ കാര്യത്തിൽ നിരപരാധിയാണ് എന്നുള്ളതാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്.